ഏർലി വാർണിംഗ്. ഓഡിയോ ഉണ്ടല്ലോ, എല്ലാവരും ഓക്കെ ആണല്ലോ? സൗണ്ട് ഇല്ല, ഇപ്പോഴും ഇല്ലേ? ഇപ്പോഴും സൗണ്ട് ഇല്ലേ? ഇപ്പം സൗണ്ട് ഉണ്ടോ? ഒരു ഡിലേ ഉണ്ടാവും. ക്ലബ് ഹൗസ് സൗണ്ട് ഇല്ല എന്ന് പറയുന്നു. എനിക്കിവിടെ സൗണ്ട് ലെവൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഹലോ, വൺ സെക്കൻഡ്, ഞാൻ ചെക്ക് ചെയ്യാം. 2 minutes, ഞാൻ പുറത്തുള്ളതാണ്. ഓക്കെ. രാകേഷ്, യാ പെർഫെക്റ്റ്, താങ്ക് യു. സോറി ഫോക്സ്, വീണ്ടും ഒരു കൈപ്സ് കഫേ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ഇസ്ലാമിലെ കാസ്റ്റ് എന്നുള്ളതാണ്. ഒരു 3-4 എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് തോന്നുന്നത്, ആരിഫ് ഹുസൈൻ്റെ ചാനലിൽ, ആ ചാനലിലാണോ ഈ കോയ കോളിങ്ങിലാണോ വേറെ എപ്പോഴാണെന്നറിയില്ല, ഒരു വ്യക്തി വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് ആരിഫ് ചോദിക്കുന്നത്, നിങ്ങൾ മുജാഹിദാണോ സുന്നിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഇത് 2 വിഭാഗങ്ങളാണ്, ആശയപരമായിട്ടുള്ള ഭിന്നതകളുള്ള 2 പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളുമാണ്. ജാതിയാണ്, ഇത് ഇസ്ലാമിൽ ജാതി ഇല്ല എന്ന് പറയാൻ വേണ്ടി ആ വീഡിയോ, ആ ക്ലിപ്പ് ഒരാൾ ക്ലിപ്പ് ചെയ്തിട്ട് അയാൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് ഇസ്ലാമിൽ ജാതിയില്ല, ഖുറാനിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ജാതി കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഖുറാനിൽ ജാതി കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ഖുറാനിൽ കാണിച്ചു തരാൻ പറ്റാത്ത വേറെ ഒരുപാട് കാര്യങ്ങൾ മുസ്ലിം സമുദായം, ലോകമെമ്പാടുമല്ല ഉള്ള മുസ്ലിം സമുദായം പാലിച്ചു പോരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഖുറാനിൽ ഈ സർക്കംസിഷനെ കുറിച്ച് എവിടെയും പറയുന്നില്ല. നിങ്ങളെവിടെ ഏത് ഖുറാൻ എടുത്തു വെച്ച് വായിച്ചാലും, ഒരുപാട് വേർഷൻസ് ഉണ്ട് ഖുറാനിൻ്റെ, ഹഫ്സും വർഷും ഒക്കെ എടുത്തു വെച്ച് നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് ഈ സർക്കംസിഷൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും കാണാൻ പറ്റില്ല. സൂറത്ത് അൽ ബഖറയിൽ ഒരു ചെറിയൊരു ഭാഗത്ത് അബ്രഹാമിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്, എബ്രഹാമിൻ്റെ പല കാര്യങ്ങളെയും പറ്റി പറയുന്നുണ്ട്. അവിടെ പോലും സർക്കംസിഷൻ, സുന്നത്ത് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നില്ല. അതായത് ഈ ഫോർസ്കിൻ, പീനസിൻ്റെ ഫോർസ്കിൻ മുറിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിന് ശേഷം മുഹമ്മദ് 632 AD മരണപ്പെടുന്നു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള സെക്റ്റുകൾ, അതായത് ഇതിലുള്ള വകഭേദങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ ഇന്ത്യയിൽ എന്തുമാത്രം സെക്റ്റുകളുണ്ടെന്നും നമുക്ക് പരിശോധിക്കാം. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്, ഇസ്ലാമിൽ, അതായത് ഖുറാനിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ. ഖുറാനിൽ നിസ്കാരത്തെ പറ്റി പറയുന്നില്ല. 3 നേരത്തെ നിസ്കാരം മാത്രമേ നിങ്ങൾ എങ്ങനെ ഹരിച്ച് കുറിച്ച് എങ്ങനെയൊക്കെ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അതുപോലെ ഈ ബുർക്ക, മുഖം മൂടി ഇട്ടിട്ടുള്ള ഇത് ഖുറാനിൽ എവിടെയും പറയുന്നില്ല. നിക്കാബ് അല്ലെങ്കിൽ ബുർക്ക എന്നുള്ള ഈ വാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുപോലെ വാഗ്ദത്ത ഭൂമി, ഇസ്രായേലിനെ പറ്റി പറയുന്നുണ്ട്, ഫലസ്തീൻ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഖുറാനിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഖുറാനിലില്ലാത്ത ഒരുപാട് സംഗതികൾക്ക് വേണ്ടി വാദിക്കുകയും യുദ്ധത്തിന് പോവുകയും അടികൊണ്ടാക്കുകയും സമാധാനം കെടുത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ. അപ്പം മുസ്ലിങ്ങൾ പറയാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ്, അല്ലേ? അവർ അത് പറയിപ്പിച്ച് കുറേ ഇമാമുകൾ, അങ്ങനെ അവരെ കൊണ്ട് വിശ്വസിപ്പിച്ച് കുറേ ഇമാമുകൾ ഇവിടെ ഉണ്ട്. എന്നാൽ ഖുറാനിൽ വളരെ വൃത്തികെട്ട, മനുഷ്യവിരുദ്ധമായിട്ടുള്ള, ആധുനിക മൂല്യങ്ങൾക്ക് ഒട്ടും ചേരാത്ത, പരമത വിദ്വേഷം പടർത്തുന്ന പല കാര്യങ്ങളും ഖുറാനിലുണ്ട് താനും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചില കാര്യങ്ങളൊന്നും ഈ ബുർക്കയെ പറ്റിയോ നിക്കാബിനെ പറ്റിയോ ടെക്സ്റ്റ് വെച്ച് നമുക്ക് വാദിക്കാൻ പറ്റാതെ. കാരണം ടെക്സ്റ്റിലില്ല. അവർ തന്നെ വന്ന് പറയും, നിങ്ങൾ എന്തിനാണ് ഇതിനെപ്പറ്റി പറയുന്നത്? ഞങ്ങളുടെ കിതാബിൽ പറയുന്നില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ കിതാബിൽ പറയാത്ത സാധനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇസ്ലാം എന്ന് പറയുന്നത് ട്രഡീഷനാണ്. കിതാബുണ്ട്, ഹദീസുണ്ട്, പിന്നെ ഫിഖ് ഉണ്ട്. അതായത് ഈ നിയമങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ലോസ്, ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഷറിയയും ഫിഖും എല്ലാം കൂടി ചേർന്നതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ ഇസ്ലാമിൻ്റെ ആകത്തുക. ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു ടൊട്ടാലിറ്റേറിയൻ ഐഡിയോളജിയുടെ, അതിന് മതം എന്നുള്ള വാക്ക് നമ്മൾ ഇനി തൊട്ട് അങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല. ആ ടൊട്ടാലിറ്റേറിയൻ ആശയത്തിൻ്റെ പല കാര്യങ്ങളുമുണ്ട്.
അപ്പം ഇസ്ലാമിൽ മതമില്ല എന്ന് അല്ല, ഇസ്ലാമിൽ ജാതി ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ആവശ്യം പോലെ ജാതികളുണ്ട്. ഇസ്ലാം വരുന്നതിനും ഒക്കെ മുമ്പ് നിലനിന്നിരുന്ന പല ജാതികളും എല്ലാം കൂടി ഇന്ന് മതം മാറ്റി ഫോഴ്സ്ഫുള്ളി മതം കൺവേർട്ട് ചെയ്തിട്ടൊക്കെ തന്നെയാണ്. അല്ലാതെ ഇവർ സ്വന്തമായിട്ട് തീരുമാനിച്ച് അയ്യോ മനോഹരമായ ഒരു മതമാണല്ലോ, 4 കെട്ടാം, പെൺകുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് ചാടിയതൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇസ്ലാമിൽ ജാതി എന്ന് തുടങ്ങി അത് നമുക്കൊന്ന് പരിശോധിക്കാം. ജാതി തുടങ്ങുന്നത് മുഹമ്മദ് 632 മരിച്ച അന്നത്തെ ദിവസം തൊട്ട് ഈ വിവേചനം, ഈ ഒരു ഡിവിഷൻ, ഒരു ഡിഫറൻസിയേഷൻ, നിങ്ങൾ ഞങ്ങൾ എന്നുള്ള ഡിഫറൻസിയേഷൻ ആ ദിവസം 3 ദിവസം ഈ മനുഷ്യൻ്റെ, അതായത് പടച്ചവൻ്റെ പ്രവാചകൻ എന്ന് ഇവർ പറയപ്പെടുന്ന ഏറ്റവും പരമോന്നതനായ മനോഹരനായ മുഹമ്മദ് മരണപ്പെട്ട് കിടക്കുമ്പോൾ 3 ദിവസം ശരീരം വെച്ചിരുന്നു. എന്തിനാണ് വെച്ചിരുന്നത്? തർക്കം, ആര് അനുയായിയാകും, ആര് പിൻഗാമിയായിട്ട് ആര് വരും, അനുയായി അല്ല പിൻഗാമി, ആരാണ് ഇനി ഇത് കൊണ്ടുപോവുക, ഇത് മുന്നോട്ട് ആരാണ് ഇനി ഖലീഫായിട്ട് വരാൻ പോകുന്നത്. കാര്യം ഇസ്ലാമിൻ്റെ ഖലീഫായിട്ട് നിന്നിരുന്ന ഇയാൾ മരിച്ചു കിടക്കുകയല്ലേ. ആ ജഡം മരുഭൂമിയിൽ, ആ കാലാവസ്ഥയിൽ, മരിച്ചു കിടക്കുന്ന ആ കാലാവസ്ഥയിൽ 3 ദിവസം മരുഭൂമിയുടെ ആ ചൂട് അന്തരീക്ഷത്തിൽ ഒരു ശരീരം, ഒരു ജഡം കിടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റില്ല. മനുഷ്യർക്ക് ആ പഞ്ചായത്ത് മൊത്തം നാറും. അങ്ങനെ അവസാനം നാറ്റം സഹിക്കവയ്യാതെ അവിടെ തന്നെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഒരു ആദരവും, ഒരു പട്ടി ചത്ത് കിടന്നാൽ പോലും ആ പട്ടിക്ക് നമ്മളൊരു ബഹുമാനം കൊടുക്കും. അതിനെ അത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കുഴിച്ചിടും, അവിടെ കിടന്ന് നാറാതിരിക്കാൻ വേണ്ടി. അത്ര പോലും ആദരവ് ആ മനുഷ്യൻ്റെ ശരീരത്തിനോട് മുസ്ലിങ്ങൾ കാണിച്ചില്ല എന്നുള്ളതാണ്. എന്തായിരുന്നു തർക്കം? ജാതിയായിരുന്നു തർക്കം. അവിടെ ജാതിയാണ്. ഏത് ജാതി? ആ ജാതി തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ബർത്തിൽ നിന്നാണ് ജാതി വിവേചനം തുടങ്ങുന്നത്. ആ ബർത്ത് ഇന്ത്യയിലുള്ളതുപോലെ തന്നെ ഇസ്ലാമിലും വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഞാൻ എൻ്റെ ഇത് ഞാനുണ്ടാക്കിയ സ്ലൈഡൊന്നുമല്ല, ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ സ്ലൈഡാണ്. നമ്മൾ പലതവണ കാണിച്ചിട്ടുള്ളതാണ്. സോ അത് വളരെ ചെറുതാണെന്ന് തോന്നുന്നു. ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ആൻഡ് എൻലാർജ് ദിസ് ഗൈസ്. നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിനോട് പൂർണ്ണമായും വിയോജിക്കുന്ന ഒരു കൂട്ടരാണല്ലോ നമ്മൾ. സോ ഇതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഒരുവിധം സൂമിൻ ചെയ്തൊക്കെ കാണിച്ചു തരാം. സോ യു ക്യാൻ സീ ഇറ്റ് ഹിയർ. അതായത് ആദ്യത്തെ ഗ്രൂപ്പ് ഈ സ്പ്ലിറ്റ് ഉണ്ടാകുന്ന സമയത്തുണ്ടായതാണ് ഈ ഹാറിജൈറ്റ്സ് എന്ന് പറയുന്നത്. അതൊരു കൂട്ടരാണ്, അതൊരു ജാതിയാണ്. അവർക്ക് ശേഷം ഉണ്ടായതാണ് ഈ ഇബാദികൾ. ഈ ഒമാനിലൊക്കെ ഉള്ള ടീമുകൾ ഇവരെന്നാണ് പറയുന്നത്. ഹാറിജൈറ്റ് എന്ന് വെച്ചാൽ ഈ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്ന കൂട്ടർ എന്നുള്ളത്, ഹുറൂജ് എന്നുള്ള വാക്കിൽ നിന്നും വന്നവർ എന്നുള്ള അർത്ഥമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഹാറിജൈറ്റ്സ്. പിന്നെ വരുന്നതാണ് ആ സ്പ്ലിറ്റ് 632 ആ സ്കിസം ഉണ്ടാകുന്നത്. സ്കിസം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ആ ഒരു മേജർ ഡിവിഷൻ എന്നാണ് അർത്ഥം. അങ്ങനെ എന്തായിട്ടാണ് ഷിയ ആൻഡ് സുന്നി ആ ഒരു വിഭാഗം. ഇതിലെങ്ങും പെടാത്ത ഒരു കൂട്ടമാണ് ഈ സൂഫി എന്ന് പറയുന്നത്. ചില ഈ മതേതര കൂതറവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദമുണ്ട്. നിങ്ങൾ സൂഫികളിലേക്ക് നോക്കൂ, അവരെത്ര മനോഹരമാണ് എന്നല്ലേ. എൻ്റെ ക്യാമറ ഒന്ന് ഒതുക്കട്ടെ, ഈ കൈയല്ലല്ലേ, ഈ കൈ. നിങ്ങൾ സൂഫികളിലേക്ക് നോക്കൂ, അവരെത്ര മനോഹരരാണ്. അവർ കവിത എഴുതുന്നു, അവർ ഈ പറഞ്ഞ കണക്ക് അവർ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്നു. ക്യാമറ മാറിയില്ല, സോറി. ഓക്കെ, am I still? My shit is still moving. Yeah. അപ്പോൾ അവരുടെ ഈ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഇതിലേക്ക് ആൾക്കാരെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഏറ്റവും മൈൽഡായിട്ടുള്ള വേർഷൻ ഓഫ് ഇസ്ലാം ജനങ്ങളിലേക്ക് കാണിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ മോഡറേറ്റുകൾ പലപ്പോഴും കാണിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പ്രോബ്ലത്തിന് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണവും ഈ പറഞ്ഞ ഈ മോഡറേഷനാണ്, ഈ മോഡറേറ്റുകളെ ചൂണ്ടിക്കാണിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഭാഗമാണ് സൂഫികൾ. അവർ എവിടെയും പെടുന്നില്ല. അവർ ഹാറിജൈറ്റ്സ് അല്ല, ഇബാദികളല്ല, ഷിയ അല്ല, സുന്നി അല്ല.
അത് ഈ പണ്ടുണ്ടായിരുന്ന അന്നത്തെ ഒരു ഹിപ്പി കൾച്ചറാണ്. പണ്ടത്തെ ഒരു ഹിപ്പി ഗ്രൂപ്പാണ്. അവർ ഒരു മിസ്റ്റിക്കായിട്ടുള്ള ഇസ്ലാമിന് മുൻപുണ്ടായിരുന്ന മിസ്റ്റിക്കൽ ആശയങ്ങളും ഗ്രീക്ക് ഫിലോസഫിയും ഇറാനിയൻ ഈ സൊറാസ്ട്രിയൻ വിശ്വാസങ്ങളും അതിൽ നിന്നെല്ലാം ഹെററ്റിക്കായിട്ട് മാറി നിന്നിരുന്നവർ, മാവറിക്സ്, അതായത് ഒരു മതത്തിലും ചേർക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഫോർമലായിട്ടുള്ള ഒരു ഗ്രൂപ്പാണിത്. ഇറ്റ്സ് നോട്ട് ഇവൻ എ ഫോർമൽ വെൽ റെക്കഗ്നൈസ്ഡ് ഫോർമൽ കോൺഗ്രിഗേഷൻ. ഒരു ഫോർമൽ കോൺഗ്രിഗേഷനല്ല. നിങ്ങൾക്കൊരു സൂഫി ഒരു ഇമാമിനെയോ ഒരു സൂഫി മദ്ഹബ് എന്ന് പറയുന്ന ഒരു സെൻറ്ററിനെയോ നമുക്കെവിടെയും കാണാൻ പറ്റില്ല. കുറേ സൂഫി കവിതകളും സൂഫി പാട്ടുകളും ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു മലയാളത്തിലൊരു സിനിമ തന്നെയുണ്ട്, അത് കണ്ടിട്ട് ഒരുപാട് ഇസ്ലാമിലേക്ക് ആകർഷിതരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഈ നിസ്കാരം പോലും അവർ ചെയ്യുന്ന ഒരു ടീമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഇതിനിടയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് പേര് വരും. അല്ല, ഞങ്ങളുടെ നാട്ടിലുള്ള മലപ്പുറത്തുള്ള സൂഫികളെല്ലാം തലകുത്തി നിന്ന് നിസ്കരിക്കുന്നവരാണ്, അവർ 5 നേരം നിസ്കരിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള സൂഫികളൊന്നും ഇങ്ങനെ നിസ്കാരമൊന്നുമില്ല, പക്ഷേ നല്ല ഒന്നാന്തരം കഞ്ചാവ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൂഫികളുടെ കയ്യിലാണ് കഞ്ചാവ് കിട്ടുന്നത്. അത് ഇറാനിലായാലും ലെബനോണിലായാലും സിറിയയിലായാലും ടർക്കിയിലായാലും അവരുടെ കയ്യിലാണ് ഏറ്റവും നല്ല വീര്യം കൂടിയ കഞ്ചാവ് കിട്ടുന്നത്. അത് ഈ അവസരത്തിൽ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കഞ്ചാവ് വലിക്കണം എന്നൊന്നും അല്ല ഇവിടെ പറയുന്നത്. അവർ കഞ്ചാവിൻ്റെ മെയിൻ ടീംസാണ്. അടുത്തത് ഷിയ ആൻഡ് സുന്നി. ഇതിനെപ്പറ്റി അറിയാമല്ലോ. ഈ ഒരു വിഭാഗം അലിയുടെ പുറകെ പോയി, അവരാണ് ഷിയ എന്ന് പറയുന്നത്. പിന്നെ മറ്റേത് അബൂബക്കറിൻ്റെ കാലിഫേറ്റ്. പിന്നെ 4 ഖലീഫമാരുണ്ടാകുന്നു, 4 5. പിന്നെ മാലിക്കികൾ. നിങ്ങൾ നോക്കി, ഇത്രയും ഗ്രൂപ്പുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഷാഫി, വഹാബി, സലഫി, ഹൻബലി. ഈ സലഫി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സലഫികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവർ കുറേ കൂടി പ്യൂരിറ്റാനിക്കലായിട്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോം, നമ്മൾ സ്വർണം റിഫൈൻ ചെയ്തെടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, അതിനെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത് റിഡ്യൂസ് ചെയ്ത് ഏറ്റവും പവിത്രമായ ഒരു സാധനം ആക്കി കൊണ്ടുവരുന്നതാണ് ഇവന്മാരുടെ മെയിൻ പണി. അപ്പോൾ അതിൽ ഈ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരാളാണ് ഈ സൗദി രാജ കുടുംബത്തെ അവിടെ പ്രതിഷ്ഠിക്കുന്നത്, സൗദി അറേബ്യ ഭരിക്കാനായിട്ട്. അവരുടെ കീഴിലാണ് ഈ 2 പള്ളികളും വരുന്നത്. അപ്പോൾ അതൊരു ജാതിയായി, അതൊരു ഗ്രൂപ്പായി. വഹാബികളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന ഏറ്റവും വൃത്തികെട്ട, ഇസ്ലാമിൻ്റെ ഏറ്റവും ഭീകരമായ ഒരവസ്ഥ അവതരിപ്പിക്കുന്നവരാണ് ഈ വഹാബികൾ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള സുന്നികൾ ഇതുമായിട്ട് ഈ സുന്നി എന്നുള്ള മെയിൻ കാറ്റഗറിയിലല്ല കേരളത്തിലുള്ള സുന്നികളെ പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലുള്ള സുന്നികളും ഈ സുന്നികളും എന്ന് പറഞ്ഞാൽ ഇതൊരു ലാർജർ അംബ്രല്ല ഓഫ് ദി മേജർ സെക്ട് ഓഫ് ഇസ്ലാമാണ്. പക്ഷേ കേരളത്തിലെ സുന്നികളെന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും എപ്പോൾ വേണമെങ്കിലും യഥേഷ്ടം സ്വീകരിക്കുകയും അവരെ ഉപേക്ഷിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലൂയിഡായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ജാതികൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ റാവുത്തർ, സയ്യിദ്, അതുപോലെ തങ്ങൾ, ലബ്ബ, ഒസാൻ, ഇങ്ങനെയൊക്കെയുള്ള പല ഗ്രൂപ്പുകളായിട്ട്, പിന്നെ മരക്കാർ, ഈ ഗ്രൂപ്പുകളെല്ലാം എങ്ങനെയാണ് ഉണ്ടായത്? ഇവരൊക്കെ ആരാണ്? ഇവരെല്ലാം പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഇന്ത്യയിലുണ്ടായിരുന്ന വർണ്ണവിവേചനത്തിൻ്റെ എല്ലാ എന്താ പറയുക ദുരവസ്ഥകളും അനുഭവിച്ച് കിടന്നിരുന്ന മനുഷ്യരാണ്. വർണ്ണവിവേചനം കാരണം അവരെല്ലാവരും കരുതിയിരുന്നത്, അത് ക്രിസ്ത്യാനിറ്റിയിലും സംഭവിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ക്രിസ്ത്യാനികളായാൽ, ഇപ്പോൾ കേരളത്തിലുള്ള ഈ ലാറ്റിൻ കത്തോലിക്കർ എന്ന് പറയുന്ന വിഭാഗം, അവർ മുമ്പുണ്ടായിരുന്ന അതേ ജാതിയുടെ വിവേചനം ഇന്നും അനുഭവിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇതെല്ലാം. അതേപോലെ തന്നെയാണ് ഈ ദളിത് മുസ്ലിംസ് എന്ന് പറയുന്നത്. ഇപ്പം ലക്ഷദ്വീപിൽ SC/ST ആയിട്ടാണ് മുസ്ലിങ്ങളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ കാറ്റഗറൈസേഷൻ വന്നത്? കാരണം അവർ സൊസൈറ്റിയിൽ വിവേചനം നേരിടുന്നു എന്ന് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്തും ഈ മണ്ഡൽ കമ്മീഷനിലും എല്ലാം കണ്ടെത്തിയ ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടിയും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയും ഉണ്ടാക്കിയെടുത്ത കുറേ എന്താ പറയുക ബൈഫർക്കേഷൻസാണ്, ചില ക്ലാസിഫിക്കേഷൻസാണ്. അത് ആ കമ്മ്യൂണിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇഫ് യു സെൽഫ് ഐഡൻറ്റിഫൈ യുവർ സെൽഫ് ആസ് എ വാട്ട് എവർ കാസ്റ്റ് യു വിൽ ബി പാർട്ട് ഓഫ് ദാറ്റ്. അതാണല്ലോ SSLC ബുക്കിലൊക്കെ എഴുതി വയ്ക്കുന്നത്. അപ്പോൾ അത് നിരന്തരമായി തുടർന്ന് വരുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള കാസ്റ്റ് സിസ്റ്റം ആണോ ഇന്ത്യയിലുള്ള കാസ്റ്റ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ ആയിരിക്കാം, അല്ലാതായിരിക്കാം.
ചിലരിപ്പോഴും ഈ ഒസാൻ എന്ന് പറയുന്ന ഗ്രൂപ്പുകളെ മാറ്റി നിർത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് പല പല ഓപ്പർച്യൂണിറ്റീസും നിഷേധിക്കുന്നതായിട്ടും അവർക്ക് പൊതു ഇടങ്ങളിലേക്ക് വന്ന് കല്യാണങ്ങൾ അതുപോലുള്ള ഫങ്ഷൻസിലൊന്നും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊന്നും നമ്മൾ അധികം കാണാറില്ല. അത് ഇപ്പോഴൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു വിവേചന അവസ്ഥ കേരളത്തിലുള്ള ജാതി, മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഒരു ജാതി വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഇവർ പറയുന്നത് ഇതൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്ന്. ഖുർആനിൽ കറുത്ത വർഗ്ഗക്കാരെ പറ്റി പറയുന്നുണ്ട്. കറുത്തവനെ വിവേചനപരമായിട്ട് അവതരിപ്പിക്കുന്ന ഭാഗങ്ങൾ ഹദീസുകളിലുണ്ട്. കറുത്തവരെ പറ്റി പറയുന്നുണ്ട്. മുഹമ്മദിനെ വർണ്ണിക്കുന്നുണ്ട്. വെളുത്ത, തുടുത്ത എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സ്വർഗത്തിലുള്ള സ്ത്രീകളെ പറ്റി പറയുന്നുണ്ട്. സ്ഥലങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ജനറ്റിക് ആയിട്ടുള്ള ട്രെയ്റ്റുകളാണ്. അപ്പോൾ ഈ ജനറ്റിക് ട്രെയ്റ്റ്സ് ഒരു തരത്തിൽ ഒരു വിവേചനം തന്നെയാണ്. ആ വിവേചനം ഇല്ല എന്ന് പറയുന്നതിനോട് എങ്ങനെയാണ് ഇവർ പൊരുത്തപ്പെടുന്നത്? ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാമെന്നുള്ളതാണ്, യൂറോപ്യൻസ് നടത്തിയതിനേക്കാളും അടിമക്കച്ചവടം ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് അറബികളാണ്, മുസ്ലിങ്ങളാണ്. മുസ്ലിം ഭരണാധികാരികളാണ് ഏറ്റവും അധികം അടിമക്കച്ചവടം നടത്തിയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് ഞാൻ അന്വേഷിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഈ രാജ്യങ്ങളിലൊന്നൊക്കെ വളരെ ചുരുക്കം കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള തദ്ദേശീയരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. എന്തുകൊണ്ടായിരിക്കാം അതിൻ്റെ കാരണം? കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള തദ്ദേശവാസികളെ, അതായത് ആഫ്രിക്കൻ ജനറ്റിക് ട്രെയ്റ്റ്സ് ഉള്ള ആൾക്കാരെ അറബികളുടെ ഇടയിൽ കാണാൻ പറ്റാത്തതിൻ്റെ കാരണം അവരെല്ലാം തന്നെ യുണക്സ് ആയിരുന്നു. അവരെല്ലാം കാസ്ട്രേറ്റ് ചെയ്തിരുന്നു. പുരുഷന്മാരെ എല്ലാം കാസ്ട്രേറ്റ് ചെയ്ത് അവരുടെ വിത്തുകളൊന്നും അറബികളുടെ ഇടയിൽ ഉണ്ടാകരുതേ എന്നുള്ള മുൻകരുതൽ എടുത്തിട്ടാണ് അറബി അടിമകളെ കച്ചവടം ചെയ്തത്. 1963 സൗദി അറേബ്യ അടിമക്കച്ചവടം നിരോധിക്കുന്നത്. ഈ അടുത്ത കാലത്താണ് 63 ജനിച്ച് ജീവിച്ചിട്ടുള്ള അടിമകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. 63 അടിമക്കച്ചവടത്തിൻ്റെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുള്ള അടിമകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ബാക്കിയുള്ള ഇവൻ പെട്രോളിയം കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ അടിമക്കച്ചവടം നടന്നിരുന്നു. എന്തുകൊണ്ടാണ് അടിമക്കച്ചവടം അവിടെ നടന്നിരുന്നതിൻ്റെ കാരണം ഇസ്ലാം അതിനെ റെഗുലേറ്റ് ചെയ്തിരുന്നു. ഇസ്ലാം അതിനെ നിയന്ത്രിച്ചിരുന്നു. ഖുർആൻ അടിമകളെ ഭോഗിക്കാമെന്നുള്ള വചനം വരെ സൂറ അൽ നിസായിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊരു ജാതിയാണ്, അതൊരു വിവേചനമാണ്. അപ്പോൾ ഇസ്ലാമിൽ ജാതി ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ജാതി എന്നുള്ള വളരെ സ്ട്രിക്റ്റ് ഡെഫിനിഷനിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിരിക്കുന്ന ജാതി മാത്രം നോക്കിയിട്ട് നിങ്ങൾ ജാതിയില്ല എന്ന്, ഖുറാനിൽ ജാതിയില്ല, ഇസ്ലാമിൽ ജാതിയില്ല എന്നൊക്കെ വാദിക്കുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മതം ഒന്ന് ശരിക്കൊന്ന് പഠിക്കുക. മതം പഠിച്ചതിന് ശേഷം ചരിത്രം പഠിക്കുക. ചരിത്രം പഠിച്ചതിന് ശേഷം വന്നിട്ട് വാദിക്കാൻ നിൽക്കുക. വാദിക്കുമ്പോൾ ഈ പറഞ്ഞ റെഫറൻസുകളെല്ലാം മനഃപ്പാടമായിട്ട് കോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ChatGPT ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ കോട്ട് ചെയ്യുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഷിയ ദമ്മിയും വിഭാഗം അലിയെ ദൈവമായി കാണുന്നുണ്ട്. അലിയുടെ പ്രവാചകനാണ് മുഹമ്മദ് നബി ആയിരിക്കാം, എനിക്കറിയില്ല അതിനെപ്പറ്റി. അതിനൊന്നും ഓക്കെ. ഐ ഹോപ്പ് യു ആർ നോട്ട് ഏബിൾ ടു ഹിയർ ദാറ്റ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ലൈവ് തുടങ്ങിയിട്ട് 21 മിനിറ്റായി. വളരെ ചെറിയ ഒരു ലൈവായിരിക്കും. അധികം ഒന്നും എനിക്ക് പറയാനില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ, ക്ലബ് ഹൗസിലുള്ള സുഹൃത്തുക്കൾ ലെസ്ലി വന്നിട്ടുണ്ട്, കുഷാൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. യു മേ പ്ലീസ് ഗോ ഹെഡ്. ഈ ക്ലബ് ഹൗസിൻ്റെ ലിങ്ക് ഒന്ന് ഷോർട്ടൺ ചെയ്തിട്ട് ഇവിടെ ആരെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യൂസ് സ്റ്റിക്കർ കാണാമല്ലോ, അവസ്ഥ വളരെ മോശമാണ്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം. ഈ ഒരു വീഡിയോ അങ്ങനെ തന്നെ കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് പിന്നീട് അത് ഡിസ്കസ് ചെയ്യാം. പറഞ്ഞോളൂ ലെസ്ലി. വെൽക്കം, നമസ്കാരം. ബൈ ദ വേ, ഇത് നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മൾ തത്സമയ സംപ്രേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടാണ്, പിന്നെ പറഞ്ഞില്ല എന്ന് പറയരുത്. യെസ്, കണ്ടിന്യൂ. ഓക്കെ. അപ്പൊ ഇതില് ഈ ഇസ്ലാമിലെ ജാതികളില് ഈ ഇസ്മയിലികൾ, ഖുറൈഷികൾ, പഷ്തൂണികൾ ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ ജാതികളുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ?
നമ്മൾ ഇസ്ലാമിലെ ജാതിയെ പറ്റി പറയുമ്പം ഈ പാകിസ്ഥാനിലും ഗുജറാത്തിലും. ഇപ്പോൾ ഗുജറാത്തിൽ ഈ അഹമ്മദിയ, അതുപോലെ ഇസ്മായിലി, ബോറാസ് ആൻഡ് ഇങ്ങനെയുള്ള കുറേ വിഭാഗങ്ങളുണ്ട്. ഇവരെയൊന്നും മുസ്ലിങ്ങളായിട്ട് പോലും കാണുന്നില്ല. പാകിസ്ഥാനിലുള്ള അഹമ്മദിയാക്കൾ അവർക്ക് അംഗീകാരം വേണമെന്നും അവരെ പല ജോലിയിൽ നിന്നും അവർക്ക് അവരുടെ അവസരങ്ങൾ നിഷേധിക്കുകയും അവർ മുസ്ലിങ്ങളാണ്, ഇവരുടെ എല്ലാം കൂട്ടത്തിൽപ്പെട്ടവരാണ്. പക്ഷെ അവർ ഷിയ വിഭാഗത്തിലുള്ള, നേരത്തെ ഞാൻ എൻ്റെ സ്ലൈഡിൽ കാണിച്ച പോലെ ഈ ഷിയ വിഭാഗത്തിൽപ്പെട്ട ഒരു സബ്സെക്റ്റാണ് ഈ എന്താ പറയുക അഹമ്മദിയാളെന്ന് പറയുന്നത്. അതായത് ഇവരുടെ പാകിസ്ഥാനിൽ നിന്നും ആദ്യമായിട്ട് ഉണ്ടായ ആ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടല്ലോ, അബ്ദുസ്സലാം ഗ്രേവ്. അയാളുടെ ഗ്രേവിൻ്റെ ഫോട്ടോ ഞാൻ എടുക്കട്ടെ. അതെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേവ്. ആ ഗ്രേവിൻ്റെ സൈറ്റിൻ്റെ പടം ഇപ്പോൾ കാണിച്ചു തരാം. അതായത് അബ്ദുസമദിൻ്റെ ഗ്രേവിൻ്റെ സൈറ്റിൽ പ്രൊഫസർ മുഹമ്മദ് അബ്ദുസ്സലാം ചൗധരി മുഹമ്മദ് ഹുസൈൻ, അയാളുടെ കബറടി, അതിൽ ഇൻ 1979 became the first മുസ്ലിം നൊബേൽ ലോറേറ്റ്. ആ മുസ്ലിം എന്നുള്ളത് അവർ തേച്ചു മാച്ച് കളഞ്ഞു. ആ കബറിൽ മുസ്ലിം എന്ന് എഴുതിയിരിക്കുന്നത് അവർ തേച്ച് കളഞ്ഞിട്ട് വേണ്ട, കുറച്ചും കൂടി വലുതാക്കി കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇസ്ലാമിലെ ജാതി. ഇസ്ലാമിലെ ജാതിയുടെ ഒരു നല്ലൊരു ഉദാഹരണമാണ്. ഇത് പാകിസ്ഥാനിൽ നടന്നൊരു സംഭവമാണ്. എന്നിട്ട് ഏറ്റവും നോൺസെൻസിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പിന്നീട് വരുന്നത്. അതായത് in 1979 became the first Nobel laureate for his work in physics. അപ്പം മുസ്ലിം എടുത്തു കളഞ്ഞാൽ ആ സെൻറ്റൻസിന് മീനിങ് ഇല്ലാതെ പോവും. അത് ചരിത്രപരമായ ഒരു അബദ്ധമായിട്ട് മാറും. അപ്പോൾ ആ മനുഷ്യരെയും അതുപോലുള്ള ഒരുപാട് അഹമ്മദിയാക്കളെയും അവിടുന്ന് തുരത്തി ഓടിക്കുകയും പലരും അമേരിക്ക, കാനഡ ഒരുപാട് പേരെ കൊല്ലുകയും ഒരുപാട് അവരുടെ പള്ളികളെ ആക്രമിക്കുകയും പാവപ്പെട്ട അഹമ്മദിയാക്കളെ നാട് കടത്തേണ്ട, അവിടെ നാട് വിട്ട് ഇന്ത്യയിലേക്കൊക്കെ വരേണ്ട അവസ്ഥയുണ്ടായി. അപ്പോഴാണ് നമ്മൾ ഇന്ത്യയിലുള്ള ഈ NRCയുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ ഇന്ത്യയിൽ അവരെ സഹായിക്കണം. ഓഫ് കോഴ്സ് അവരെ വെറ്റ് ചെയ്യണം, ശരിക്കും മനസ്സിലാക്കണം അവർ യഥാർത്ഥത്തിൽ. കാരണം ഇവന്മാർ എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഡേഞ്ചറസ് സാധനമാണല്ലോ ഈ ഇസ്ലാമിൻ്റെ വൈറസ് തലച്ചോറിൽ എവിടെയെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് അവർ ഡിസോൺ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഇസ്ലാമിനുണ്ട്. ഇസ്ലാം ഒരു മതമല്ല, അതൊരു വൈറസാണ്. അത് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളിൽ കുത്തിവെക്കുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. അത് നേരത്തെ ഞാനൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു. അതിവിടെ അനുയോജ്യമാണോ എന്നറിയത്തില്ല. വാരസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. അതാണ് ഈ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ കുഞ്ഞിലെ ഈ ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നല്ല പ്രായമൊക്കെ ആയതിനു ശേഷം അത് ഹെർപ്പീസായിട്ട്, കാരണം ശരീരത്തിൽ അത് നിൽക്കും, എപ്പോൾ വേണമെങ്കിലും അത് ചാടി ഹെർപ്പീസായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സാധനമാണ് ഇസ്ലാം. ഈ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ വെറുക്കാൻ പഠിപ്പിക്കുക, അമുസ്ലിങ്ങളെ കാണുമ്പോൾ അവരെ കാർക്കിച്ച് തുപ്പുക, അവരുടെ മുമ്പിൽ ഇങ്ങനെ കഴുത്തിങ്ങനെ അറക്കുമെന്ന് ഇങ്ങനെ ചിഹ്നങ്ങൾ കാണിക്കുക. അവരും വൃത്തികെട്ടവരാണ്, മറ്റു മതക്കാർ വൃത്തിയില്ലാത്തവരാണ്, പെടുത്താ കഴിവാത്തവരാണ്, അവരുമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കരുതെന്ന് കൊച്ചു പ്രായത്തിൽ 6-7 വയസ്സുള്ള പ്രായത്തിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് അതിങ്ങനെ തലച്ചോറിലേക്ക് ഇങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവരെ അതിൽ നിന്നും പുറത്തെടുക്കാൻ ഭയങ്കര പാടാണ്. എനിക്കറിയാവുന്ന ഒരുപാട് എക്സ് മുസ്ലിംസ് ഉണ്ട്. അവർ പന്നിയിറച്ചി കഴിക്കില്ല, അവർക്ക് പന്നിയിറച്ചി നിഷിദ്ധമാണ്. പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള എക്സ് മുസ്ലിംസൊക്കെ ഇതൊക്കെ കഴിക്കും. അവർക്കൊന്നും ഇങ്ങനെയുള്ള പ്രശ്നമില്ല. അവർ ഈ എക്സ് മുസ്ലിംസ് അല്ല, അവർ യഥാർത്ഥത്തിലുള്ള എക്സ് മുസ്ലിംസാണ്. എക്സ് ഇസ്ലാം അല്ല, എക്സ് മുസ്ലിംസാണ്. ഈ എക്സ് മുസ്ലിമും എക്സ് ഇസ്ലാമും എന്താണെന്നുള്ളത് ഞാനൊരു വേറൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ വളരെ ലളിതമായിട്ട് പറയാം. ഈ ഒരുപാട് പേര് ഈ എക്സ് മുസ്ലിം എന്നും പറഞ്ഞ് നടക്കുന്നവർ യഥാർത്ഥത്തിൽ എക്സ് ഇസ്ലാമാണ്. അവർ ഈ മുസ്ലിം ആ ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു സമുദായം വിട്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെറുപ്പത്തിലേ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ ആൻറ്റിസെമിറ്റിസം, യഹൂദ വിരോധം അവരിപ്പോഴും കൊണ്ട് നടക്കുന്നത്. ഇപ്പോഴും താലോലിച്ച് അതിനെ ഇങ്ങനെ ഫാൻ ചെയ്തിട്ട് അതിൻ്റെ വെറുപ്പ് ഇങ്ങനെ വർദ്ധിപ്പിച്ച് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരവസരത്തിൽ ഇസ്രായേൽ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട്, അവർ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അവർ ഗാസയെയോ ഹിസ്ബുള്ളയെയോ ഹൂത്തികളെയോ അവർ അവിടെ ബോംബ് ഇട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള എക്സ് മുസ്ലിംസാണ് തിളയ്ക്കുന്നത്.
കാര്യം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ അവരെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അവരെ കൊച്ചിലെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന യഹൂദരെ വിരോധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവർ സുഡാനിൽ നടക്കുന്നതിനെ പറ്റിയോ സൊമാലിയയിൽ നടക്കുന്നതിനെക്കുറിച്ചോ സിറിയയിൽ നടക്കുന്നതോ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചോ സൗദി അറേബ്യ യമനിൽ ചെയ്യുന്നതിനെക്കുറിച്ചോ ഇവർക്കൊരു വിഷമവുമില്ല. ഓർ ഈവൻ അമുസ്ലിങ്ങളായ ചൈനക്കാർ, കമ്മ്യൂണിസ്റ്റുകാരായ ദൈവവിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഉയ്ഗിർസിനോട് കാണിച്ചാൽ പോലും അത് 10,000-കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഉയ്ഗിർസിന് കാണിക്കുന്ന അനീതി, അതിനെതിരെ ഇവർക്ക് കുഴപ്പമില്ല. അപ്പോൾ യഹൂദർ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മുസ്ലിങ്ങൾക്കെതിരെ, ഏതെങ്കിലും മുസ്ലിം രാജ്യത്തിനെതിരെ, ഏതെങ്കിലും മുസ്ലിം സമൂഹത്തിനെതിരെ, ഏതെങ്കിലും മുസ്ലിമിനെതിരെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, ഹൈദരാബാദ്, അതുപോലെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗെറ്റോകളിൽ, ഈ ചേരികളിൽ, അവിടുന്ന് ആ ചെളിയിൽ നിന്നും ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ പൊങ്ങി വരും. ആ ചെളിയിൽ നിന്ന് വരുന്ന ആ ചെളിയിൽ നിന്ന് വമിക്കുന്ന, ആ ചാണക തീട്ടക്കുഴിയിൽ നിന്ന് വമിക്കുന്ന ആ ഒരു കുമിളയുണ്ടല്ലോ, ആ മെത്തേൻ ഗ്യാസ്, അതാണ് എക്സ് മുസ്ലിംസിൻ്റെ ആ ഒരു ബഹിർഗമനം. എക്സ് മുസ്ലിംസ് ഒറിജിനൽ ഐറ്റമായിട്ട് വരും. അപ്പോൾ വാരസല്ല സോസ്റ്ററിനെ പോലെ തന്നെ ചെറുപ്പത്തിലേ ഇവരെ തലച്ചോറിൽ കുത്തിവെച്ച ആ ഒരു വെറുപ്പാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏമ്പക്കം പോലെ ഇങ്ങനെ ബഹിർഗമിക്കുന്നത്. ലെസ്ലി പറഞ്ഞോളൂ. അല്ല, ഞാൻ ചോദിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നു. ഒരു പൂ ഇത്തിരി ഓവറായി ചോദിച്ചപ്പോ ഒരു പോയി എന്ന് എനിക്ക് പൂന്തോട്ടം തോന്നുന്നു. തന്നു. ഇത്തിരി ഓവറായി പോയോ ഒരു എന്ന് പൂ എനിക്ക് സംശയമുണ്ട്. ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂന്തോട്ടം കൊണ്ട് തന്നു. ഇനിയിപ്പോ ഞാൻ എന്ത് പറയാനാണ്? നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഇട്ട് തന്നാലേ നമ്മൾ എൻജിൻ സ്റ്റാർട്ടാവും. അതുപോലെ ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചായിരുന്നു, ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു പരിപാടിയിൽ അദ്ദേഹം പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കായ കസാക്കിസ്ഥാനിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു അനുഭവം പറഞ്ഞിരുന്നു. അതൊരു മുസ്ലിം മെജോറിറ്റി കൺട്രിയാണ്. 75 to 80% ഓഫ് ദ പോപ്പുലേഷൻ ആർ മുസ്ലിംസ്. പക്ഷെ അവിടെ പറഞ്ഞ ഒരു മുസ്ലിം രാജ്യത്തിന്റെ യാതൊരു ഇതും കാണാനില്ല. അവിടെ പന്നിയിറച്ചിയും മദ്യമൊക്കെ യഥേഷ്ടം ലഭിക്കും. അവരുടെ വസ്ത്രധാരണം പോലും ഇസ്ലാമിക രീതിയിലല്ലെന്നും, അവിടെ താടി വളർത്തിയവർ, അവിടുത്തെ പ്രസിഡന്റ്, എന്താ അങ്ങേരുടെ പേര്, അങ്ങനെ പബ്ലിക്കായിട്ട് താടി പഠിപ്പിച്ചു എന്നൊക്കെ ഉള്ള ഒരു ഇത് പറഞ്ഞിരുന്നു. അവരിപ്പോഴും ആ റഷ്യൻ ട്രൈബ് ഇതാണോ കാണിക്കുന്നത്? അതൊരു പ്രത്യേക സെക്ടായിട്ട് നിൽക്കുന്നതാണോ? അത് സോവിയറ്റ് യൂണിയൻ്റെ ഒരേ ഒരു കോൺട്രിബ്യൂഷൻ അൽബേനിയ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അതേപോലെ അസർബൈജാൻ, ഈ തുർക്കിക് ഭാഷ സംസാരിക്കുന്ന, അൽബേനിയ തുർക്കിക് ഭാഷയല്ല സംസാരിക്കുന്നത്, എന്നാലും അവിടെ തുർക്കിക് പോപ്പുലേഷൻ ഉണ്ട്. അതായത് ടർക്കിഷ് ഭാഷയുമായിട്ട് സാമ്യമുള്ള ഭാഷകൾ സംസാരിക്കുന്ന ഈ ഏഷ്യയിലുള്ള കുറേ എക്സ് സോവിയറ്റ് രാജ്യങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ ഞാൻ ഒരുപാട് ഇതുപോലുള്ള ആൾക്കാരുമായി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് താജിക്കിസ്ഥാൻ. അവിടെ എനിക്ക് കുറച്ച് പ്രോജക്റ്റുകളുണ്ടായിരുന്നു. അവരെനിക്ക് കൊണ്ടുവന്നിരുന്നത് മുസ്ലിം നാമധാരികളായിട്ടുള്ള, പേരുകൾ ഞാൻ പറയുന്നില്ല, മുസ്ലിം നാമധാരികളായിട്ട്, അറബി നാമധാരികളായിട്ടുള്ള, അതായത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു റഹ്മാൻ നവനോവ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇസ്ലാമിൻ്റെ ഒരു മണം എവിടെയെങ്കിലുമൊക്കെ അടിക്കും. പക്ഷേ അതിനറ്റത്ത് ഒരു റഷ്യൻ ചുവയുണ്ടാവും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ റൂസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ കൾച്ചറൽ അധിനിവേശം സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് ഇവരുടെ എല്ലാവരുടെയും പ്രാഥമിക വിദ്യാഭ്യാസ ഭാഷ എന്ന് പറയുന്നത് റഷ്യനായിരുന്നു. അപ്പോൾ അവരുടെ മദർ ടങ്ങിനെ ഒരു 3-4 തലമുറ കൊണ്ട് തന്നെ അവർ എന്താ പറയുക, എന്താ അതിന് പറയുക, അതായത് അതിനെ ഇൻസിഗ്നിഫിക്കൻ്റ് ആക്കി, അപ്രത്യക്ഷപ്പെടുത്തിയില്ല, പക്ഷേ അത് വളരെ അങ്ങ് ഇൻസിഗ്നിഫിക്കൻ്റ് ആക്കി. അതിന് പ്രസക്തി ഇല്ലാതെ അത് ലിംഗ ഫ്രാങ്ക റഷ്യനായി. അതായത് സംസാര ഭാഷ ഒരു തജിക്കോ ഉസ്ബെക്കിയോ, ഈവൻ ഒരു മംഗോളിയയിൽ പോയാൽ പോലും അവിടെ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. മംഗോളിയയുടെ മുകളിൽ ഒരു പ്രദേശമുണ്ട്, ആ സ്ഥലത്തിൻ്റെ പേര് ടൂവയിൽ പോലും റഷ്യൻ ലിപിയിൽ എഴുതുന്നവരുണ്ട്. അവരുടെ ഒറിജിനൽ ലിപി പോലും അവർ തമസ്കരിച്ചതിന് ശേഷം റഷ്യനിലേക്ക് അവർ മാറി. ബെലറൂസിൽ പോലും ബെലറൂഷ്യൻ ഭാഷ ഉണ്ടായിരുന്നു, ഒരു ഡയലക്റ്റ് ഉണ്ടായിരുന്നു. അതിനെ വരെ റൂസിഫൈ ചെയ്തിട്ട് റഷ്യൻ അധിനിവേശം, വളരെ അടുത്ത് കിടക്കുന്ന സാംസ്കാരികമായിട്ടും ഭാഷാപരമായിട്ടും ഒക്കെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും
അവർ ഓവർ ബെയർ ചെയ്ത്. ജോർജിയ, അർമേനിയ ഇവരാരും മുസ്ലിങ്ങളല്ല, അവരുടെ ഭാഷകളെ പോലും. പക്ഷേ ജോർജിയയൊക്കെ തിരിച്ച് അവരുടെ ഭാഷയെ പുനരുദ്ധരിപ്പിക്കാനായിട്ടൊക്കെ വലിയ ശ്രമങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഈ ഒരു കൾച്ചറൽ ഒബ്ലിറ്ററേഷൻ ഇസ്ലാമിനെ എതിരെ അവർ ചെയ്തത് കൊണ്ടാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അവർ ഇപ്പോഴും പോർക്ക് അവർക്ക് ഹറാമല്ലാത്തത്. അത് ചില ഇമാമുകളൊക്കെ പറയും ഇത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിൽ ആരും ഗവനിക്കാറില്ല. കാരണം ഭൂരിഭാഗം വരുന്ന ജനങ്ങളും ഇസ്ലാമിനെ വെറും ഒരു സ്പിരിച്വൽ എലമെൻ്റാക്കി ചിലരൊക്കെ നിസ്കരിക്കും. 90% മുസ്ലിങ്ങളായിരിക്കാം. പക്ഷെ അവിടെ മദ്യവും ലഹരിയും പന്നിയിറച്ചിയും ഒക്കെ, പിന്നെ അതുപോലെ തന്നെ കുതിര ഇറച്ചി. ഈ അറബികളുടെ ഇടയിൽ, മുസ്ലിംസിൻ്റെ ഇടയിൽ കുതിര വളരെ ശ്രേഷ്ഠമായ ഒരു മൃഗമാണ്. ഒട്ടകത്തിനെ അവർ ഭക്ഷിക്കും, പക്ഷെ കുതിരയെ കഴിക്കില്ല. കുതിര വളരെ വിലപ്പെട്ട ഒരു സാധനമായിട്ടും അതിനെ ഒരു അങ്ങേയറ്റം വേറൊരു തലത്തിലാണ് വയ്ക്കുന്നത്. പക്ഷേ അതെനിക്ക് തോന്നുന്നു തജിക്കിസ്ഥാനിലോ ഏതോ ഒരു സ്ഥാനിൽ കുതിര വലിയൊരു ഒരു ശ്രേഷ്ഠമായ മൃഗമായിട്ട് കാണുന്നവരുണ്ട്. പക്ഷേ ഉസ്ബെക്കിസ്ഥാനിൽ അവന്മാർ കുതിരയെ കഴിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മതത്തിൻ്റെ ഈ എഴുതി വെച്ച പ്രത്യയശാസ്ത്രങ്ങൾ അതിനെ നമ്മൾ ഡയല്യൂട്ട് ചെയ്ത് കൾച്ചറൽ എലമെൻ്റാക്കി മാറ്റി അതിൽ കൊള്ളാവുന്നുള്ള കൾച്ചറൽ ആസ്പെക്റ്റുകൾ എടുക്കുക. എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഏകദേശം 10-40 ബിരിയാണികളുടെ റിവ്യൂ എഴുതിയിട്ടുള്ളവനാണ് ഞാൻ. എന്ന് വിചാരിച്ച് ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയോ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുന്നവനോ ഒന്നുമല്ല. എനിക്ക് അറബിക് മ്യൂസിക് വളരെ ഇഷ്ടമാണ്, അറബിക് സാഹിത്യം വളരെ ഇഷ്ടമാണ്, അറബിക് സിനിമകൾ ഇഷ്ടമാണ്. ഇതൊന്നും ഇസ്ലാമിൻ്റെ കുത്തകയല്ല. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമെല്ലാം പിന്നീട് വന്നതാണ്. ഈ സംസ്കാരം അവിടെ നിലനിന്നിരുന്നത് കൊണ്ടും ഇസ്ലാം ഒരിക്കലും, ഇസ്ലാമൊക്കെ സംഗീതത്തിനും കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഇസ്ലാം ചെലുത്തിയത് അങ്ങേയറ്റത്തെ ക്രൂരതയാണ്, അടിച്ചമർത്തുകയാണ് ചെയ്തത്. എന്നിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങൾ സിറിയ, ഇറാഖ്, ലെബനോൻ, ഈജിപ്റ്റ്, ഇവിടെ ഒന്നും ഈ കൾച്ചറൊന്നും അവർക്ക് ഒബ്ലിറ്ററേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ഇസ്ലാം അവിടെ സർവൈവ് ചെയ്തു. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഉറവിടം അഹമ്മദ് അൽ ബന്ന എന്ന് പറയുന്ന ഈജിപ്ഷ്യനാണ് തുടങ്ങിയത്. അതായത് അബു അല മൗദൂദി സ്വന്തമായിട്ടൊന്നും അല്ല അങ്ങനെ ഇത് കണ്ടുപിടിച്ചത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ തുടക്കക്കാരൻ എന്ന് പറയുന്ന അബു അല മൗദൂദിയൊക്കെ അതിനൊക്കെ മുമ്പാണ് അഹമ്മദ് അൽ ബന്ന ഈ മുസ്ലിം ബ്രദർഹുഡ് ഫോം ചെയ്യുന്നത്. അയാൾ ഈജിപ്റ്റുകാരനായിരുന്നു. അപ്പോൾ ഈജിപ്റ്റ് കൾച്ചറിൻ്റെയൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ പഠിച്ചു വളർന്ന സമയത്തൊക്കെ ഞാൻ കണ്ട് രസിച്ചതൊക്കെ ഈ അബ്ദുൽ ഹലീം ഹാഫിസിൻ്റെ മ്യൂസിക്കും കുൽസൂമിൻ്റെ മ്യൂസിക്കും, ഇവരെല്ലാം ഈജിപ്ഷ്യൻസ് ആയിരുന്നു. അതിമനോഹരമായ മ്യൂസിഷ്യൻസും പാട്ടുകാരും സിനിമക്കാരും സിനിമകളും കോമഡി സിനിമകളും ഒക്കെ ഇറക്കിയ ഒരു സംസ്കാരമാണ് അറബി സംസ്കാരം. ഇൻ സ്പൈറ്റ് ഓഫ് ഇസ്ലാം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ നിങ്ങൾ ഇസ്ലാമുമായിട്ട് കൂട്ടിച്ചേർക്കരുത്. ഇസ്ലാം അതിനെതിരായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം. ഇൻ സ്പൈറ്റ് ഓഫ് ഇസ്ലാമാണ്. അൽ ഖവാറിസ്മിയുടെ ചരിത്രമൊക്കെ വളരെ ഡൗട്ട്ഫുള്ളാണ്. അൽ തബാരി അയാൾ സൊറാസ്ട്രിയൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പിന്നീട് അത് തിരുത്തി എഴുതി. എങ്ങനെയെങ്കിലും അയാളെ ഇസ്ലാമാക്കി മുസ്ലിം ആക്കാൻ വേണ്ടി ഒരുപാട് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് ഈ പിന്നീട് വന്നിട്ടുള്ള പണ്ഡിതന്മാർ. പക്ഷേ അൽ തബാരി എഴുതിയിരിക്കുന്നത് എന്താണ്? അയാൾ തീയെ ആരാധിക്കുന്നവനായിരുന്നു. എന്ന് വെച്ചാൽ സൊറാസ്ട്രിയൻ എന്നുള്ളതാണ്. കാരണം വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഖവാറിസ്മിയ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അത് ഈ ഉസ്ബെക്കിസ്ഥാൻ്റെ ഏറ്റവും സദേൺ ആയിട്ടുള്ള റീജിയൻ. അവിടെ സൊറാസ്ട്രിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ സംസ്കൃതം പഠിച്ചിരുന്നു. ഈ പറഞ്ഞ ആൽജിബ്രയുടെ ഉപജ്ഞാതാവെന്ന് വിളിക്കുന്നത് പോലും എനിക്ക് നാണക്കേടാണ്. കാരണം ഈ ഗ്രീക്കും ഈജിപ്ഷ്യൻസും ഇന്ത്യൻസും ഒക്കെ ആൽജിബ്രയുടെ കോൺട്രിബ്യൂട്ടേഴ്സാണ് അല്ലേ. അപ്പം അയാളത് ക്രോഡീകരിച്ചു. അത് ഉറപ്പായിട്ട് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ അതിനു മുമ്പ് അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അറബികളായിട്ടുള്ളവർ കോൺട്രിബ്യൂട്ട് ചെയ്തതിനെല്ലാം ഇവർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇന്ന് നമുക്ക് ഇതൊക്കെ റിസർച്ച് ചെയ്യാനും ചരിത്രം പഠിക്കാനും ഒക്കെ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. സോഴ്സ് മെറ്റീരിയൽ എവിടെയെന്ന് ചോദിച്ചു പോകണം. അല്ലാതെ ചുമ്മാ ChatGPT എടുത്ത് ചോദിച്ചിട്ട് ChatGPT ഇതൊന്ന് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ സോഴ്സ് മെറ്റീരിയൽ എവിടെയാണ് എന്ന് എടുത്ത് കൊണ്ടുവരാൻ പാടില്ല. ചരിത്ര ഗ്രന്ഥം രേഖകൾ എവിടെയാണെന്ന് ചോദിക്കണം. അപ്പോൾ ആ രേഖകൾ തപ്പി എടുത്തുകൊണ്ട് വരും. അതൊരു റിസർച്ച് ടൂളായിട്ട് ഉപയോഗിക്കുക, അല്ലാതെ കൺക്ലൂഷൻ തരാൻ വേണ്ടിയുള്ള ടൂളായിട്ട് ഉപയോഗിക്കരുത്. ചോദിച്ച ചോദ്യത്തിൽ നിന്ന് നമ്മൾ എവിടെയൊക്കെയോ കാട് കയറിപ്പോയി. പറഞ്ഞു വന്ന എന്തുവായിരുന്നു? കുഴപ്പമില്ല. അടുത്ത ഒരു ചെറിയ ചോദ്യം. എന്തുവായിരുന്നു ചോദ്യം? എന്തുവായിരുന്നു?
അതെന്റെ അല്ല, ഞാൻ ചോദിച്ചത് ഞാൻ ആ ചോദിച്ച കസാക്കിസ്ഥാനിലെ കാര്യത്തിൽ അതെ അതെ എവിടെയാണ് വന്നത്? കസാക്കിസ്ഥാൻ. അതുകൊണ്ട് അവിടെയൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജീവിച്ചവർക്കൊക്കെ പലർക്കും അറിയാം ഏറ്റവും നല്ല ചില മയക്കുമരുന്നുകൾ എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാൻ, ലബനോൻ, സിറിയ, പണ്ടത്തെ ഇറാഖ്, ഇവരെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്. ആൽക്കഹോൾ കണ്ടുപിടിച്ചതാരാണ്? കൊഹുൽ അറിയാമോ? ഈ കണ്ണെഴുതുന്ന സാധനം കോൽ എന്നും പറയും. കൊഹുൽ എന്ന വാക്ക് അറബിയിൽ നിന്ന് വരുന്നതാണ്. ഇവാപ്പറൻറ്റ് എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഈ ചില സാധനങ്ങൾ, ഈ പച്ചമരുന്നും സാധനങ്ങളും ഒക്കെ കരിച്ചതിന് ശേഷം അത് ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റി പിടിക്കുമ്പോൾ അത് ചുരണ്ടി എടുത്തിട്ടാണ് ഈ കരിയായിട്ട് എഴുതുന്നത്. അവിടെ നിന്നാണ് ഡിസ്റ്റിലേഷൻ. മുഹമ്മദ് സക്കറിയ അൽ റാസി അദ്ദേഹമാണ് ഡിസ്റ്റിലേഷൻ കണ്ടുപിടിക്കുന്നത്. അയാളൊരു യഥാർത്ഥത്തിലുള്ളൊരു സയൻറ്റിസ്റ്റായിരുന്നു. അയാൾ സയൻറ്റിസ്റ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല, അയാളെ മുസ്ലിം ആക്കാൻ ഇവന്മാർ ശ്രമിക്കുന്നുണ്ട്. അയാൾ മുസ്ലിമായി ജനിച്ച മനുഷ്യനാണ്, മുസ്ലിം സമുദായത്തിൽ ജനിച്ചവനാണ്. പക്ഷേ കള്ളപ്രവാചകനെപ്പറ്റി, കള്ളപ്രവാചകന്മാരെക്കുറിച്ച്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആരെക്കുറിച്ചാണ്? നമ്മുടെ സൗദി സുഗടനെ കുറിച്ചാണ് ആ ഒരു ലേഖനം അദ്ദേഹം എഴുതി. മുഹമ്മദ് സക്കറിയ അൽ റാസിയാണ് ഡിസ്റ്റിലേഷൻ കണ്ടുപിടിച്ചത്. ആൽക്കഹോൾ കണ്ടുപിടിക്കുന്നത്, സ്പിരിറ്റ് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ്. അന്ന് വരെ വൈനും ബിയറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈൻ, ഷിറാസ് എവിടെ നിന്നാണ് വരുന്നത്? ഇറാനിൽ നിന്നാണ് വരുന്നത്. ഉമർ ഖയാമിൻ്റെ കവിതകളിൽ തന്നെ വൈനിനെ പറ്റി പറയുന്നുണ്ട്, വീഞ്ഞിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പാശ്ചാത്യ രാജ്യങ്ങളോ പാശ്ചാത്യ ലോകമോ ഒന്നും കണ്ടുപിടിച്ച സാധനങ്ങളല്ല. ഇതൊക്കെ ഈ പറഞ്ഞ പ്രദേശത്തുണ്ടായ സാധനങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇസ്ലാമിക് ഇൻവെൻഷൻ എന്ന് പറയില്ല. ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ, ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സൂറ അൽ നഹലിൽ എടുത്തു വെച്ച് വായിച്ചു നോക്ക്. അതായത് തേനീച്ചയിൽ നിന്ന്, എന്താണ് എക്സാക്റ്റ് വാക്ക് എന്താണ്, മുന്തിരിയിൽ നിന്നും അതുപോലുള്ള പഴവർഗ്ഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഹരി പദാർത്ഥങ്ങൾ, അതായത് നിങ്ങൾക്ക് തലയ്ക്ക് പിടിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾക്കായിട്ട് സൃഷ്ടിച്ച് തന്നിട്ടില്ലേ, അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നുള്ള വചനം ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീട് നഖ്സ് ചെയ്ത് പോയിട്ടുണ്ട്, അതായതൊക്കെ അബ്രഗേറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് അവർ ഉപയോഗിച്ചിരുന്നില്ല എന്നല്ല. എന്തുകൊണ്ടാണ് അത് നിരോധിക്കപ്പെടുന്നത്? ഖുറാനിൽ അത് നിരോധിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പം വെള്ളം അടിച്ചുകൊണ്ട് വന്ന് നിസ്കരിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ വെള്ളം അടിച്ച് വന്ന് പള്ളിയിൽ വന്നത് നല്ല കാര്യമാണ്. വെള്ളം അടിച്ച് ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. പള്ളിയിൽ പോകുന്നത് പോട്ടെ, വണ്ടി ഓടിക്കരുത്, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ തുനിയരുത്. അത് നല്ലൊരു കാര്യമാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്, അത് തെറ്റില്ല. പക്ഷേ അത് എഴുതാനുള്ള കാരണം എന്താണ്? അവിടെ അവർ ഉപയോഗിച്ചിരുന്നു, എന്നിട്ട് അത് അവിടെ നിന്ന് മാറിയോ? ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് മദ്യം മാറിയോ? ഇതെല്ലാം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, മനുഷ്യ സഹജമായ ചില കാര്യങ്ങളാണത്, മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. മനുഷ്യന് ലഹരി ഇല്ലാത്ത ഒരു ലോകം സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതിനെതിരെ ഇവർ നിന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്? നിങ്ങളിപ്പോൾ കഴിക്കണ്ട, മരിച്ച് സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോൾ അവിടെ മദ്യപ്പുഴയുണ്ടെന്ന്. അവിടെയും മദ്യം നിഷിദ്ധമാക്കിയിട്ടില്ല. മദ്യം എവിടെയാണ് ഖുറാനിൽ നിഷിദ്ധമാക്കിയിരിക്കുന്നത്? മദ്യം നിഷിദ്ധമാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന സാധനങ്ങളെ നിഷേധിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനത്തിനോടുള്ള താല്പര്യം അവിടുന്ന് എടുത്ത് കളയുന്നില്ല, അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ എടുത്തു മാറ്റുന്നില്ല. എനിക്ക് വേണ്ട. എങ്ങനെയാണ് സാധാരണ ഈ ഡൈസൾഫ്രാൻ പോലത്തെ കെമിക്കൽസൊക്കെ ഉപയോഗിച്ചിട്ട്, മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് മദ്യം വർജിപ്പിക്കുന്നത്? അവിടെ പറയുന്നില്ല, നിങ്ങൾ ഇപ്പോൾ ഇത് കഴിച്ചോളൂ, ഈ മരുന്ന് ഇപ്പോൾ കഴിച്ചോളൂ, എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് മദ്യം തരാം. ദാറ്റ് ഡസൻറ്റ് ഹെൽപ്പ്. അത് ഹെൽപ്പ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ആ താല്പര്യം അവിടെ നിൽക്കുകയാണ്. മദ്യം കഴിക്കണം എന്നുള്ള താല്പര്യം അവിടെ നിൽക്കുകയാണ്. ഒരു സമൂഹത്തിനെ മൊത്തം ജനനം മുതൽ മരണം വരെ അവരെ മദ്യപാനികളാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു മതം. എന്തൊരു വിചിത്രമായ ഒരു ആശയമാണ്. മദ്യം കാട്ടി കൊതിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സത്കർമ്മം ചെയ്യണമെന്ന് പറയുന്ന ഒരു മതം. ഇതിനെ ഒരു മതമായിട്ട് കൂട്ടാൻ പറ്റില്ല. ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം പോലെ ഇതിനെ കാണാൻ പറ്റൂ. ലെസ്ലി പറഞ്ഞോളൂ. ഈ ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ ആകർഷകരായി വരുന്ന ഓരോരോ പ്രദേശങ്ങളിൽ, ആ പ്രദേശങ്ങളിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവിടുത്തെ എല്ലാം അവർ കൈക്കൊണ്ടിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇപ്പൊ കൂടോത്രവും അതുപോലുള്ള പല ദുർമന്ത്രവാദവും ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ നിലവിലുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്.
അതുപോലെ നോർത്ത് ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ നിലനിൽക്കുന്നതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ല, ഞങ്ങൾക്ക് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഇവർ അതാത് പ്രദേശത്തുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചേർത്ത് പിടിക്കുന്നവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് കവിൻ്റെ അഭിപ്രായം. യെസ്, വളരെ വളരെ ശരിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മതങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ ഒരു ആശയങ്ങൾ ഏതൊരു മതമായിരുന്നു, ഇപ്പോൾ കമ്മ്യൂണിസവും ഒരു മതം തന്നെയാണ്. ഇത് വരുമ്പോൾ ഇവിടെ നിലനിന്നിരുന്ന സംഘർഷാവസ്ഥകളായിരുന്നാലും ആവശ്യങ്ങളായിരുന്നാലും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഏതൊരു പുതിയ മതത്തിലേക്ക് മാറിയാലും, ഏതൊരു പുതിയൊരു സോ കോൾഡ് നാലാം മതത്തിലേക്ക് പോയാലും, ലൈക്ക് കമ്മ്യൂണിസം അതിലോട്ട് പോയാലും അവരുടെ പൂർവാശ്രമത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. അതൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സംഘർഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ എങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പം ഒരു ഏകദേശം 70% ഈഴവരാണ് നിലനിൽക്കുന്നത്, അവർ തന്നെയാണ് ഇതിലുള്ളത്. ഒരു ഈഴവ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ. ഞാനത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ വേറെ ചർച്ചയിലേക്ക് കൊണ്ടുപോകാം പിന്നീട്. പക്ഷേ ഇന്ന് നമ്മൾ ജാതിയെ പറ്റിയാണ് പറയുന്നത്, ഇസ്ലാമിലെ ജാതി. അപ്പോൾ ഇസ്ലാമിൽ നിലനിന്നിരുന്ന ജാതികളിൽ പലതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊന്നും മതത്തിൻ്റെ ഈ ബ്യൂട്ടി കണ്ടിട്ടോ മതത്തിൻ്റെ ശ്രേഷ്ഠത കണ്ടിട്ടോ എടുത്തു ചാടി അവർ വന്നവരൊന്നുമല്ല. പക്ഷേ ഇതൊരു കോമൺ പൂളാണ്. എപ്പോൾ വേണമെങ്കിലും ഏതവസരത്തിൽ വേണമെങ്കിലും ഈ വ്യക്തികളെ റാഡിക്കലൈസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഒരു 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 റിസോഴ്സാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ടീഷർട്ടും ഇട്ട് ഫാൻസ് കുറേ ഉണ്ട്, മുസ്ലിം ഫാൻസ് കുറേ ഉണ്ട്. അവരെ എപ്പോൾ വേണമെങ്കിലും റാഡിക്കലൈസ് ചെയ്യാനായിട്ട് നോക്കൂ, അവിടെ നമ്മളിൽപ്പെട്ടവരെ ആക്രമിക്കുകയാണ്, നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങൂ, അവർക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ മുദ്രാവാക്യം വിളിക്കൂ, അവർക്ക് വേണ്ടി നിങ്ങൾ കൊല്ലും കൊലയും ചെയ്യൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇറങ്ങി ചെല്ലാനായിട്ട് ഈ കോമൺ പൂളിൽ നിന്നാണ് ആൾക്കാരെടുക്കുന്നത്. നിങ്ങൾ ഈ കോമൺ പൂളിൽ നിന്ന് എടുക്കുന്ന സോ കോൾഡ് തീവ്രവാദികളെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ഒരു 4 സൂറത്ത് ഓതാൻ പറഞ്ഞ അവന്മാർ ആരെങ്കിലും ഓതുകയോ? ഈ ഖുറാനിൽ നിന്നുള്ള ഏതെങ്കിലും വചനം അവരുടെ അടുത്തൊന്ന് മനഃപ്പാടമായിട്ട് പറയാനോ അതിലുള്ള ആശയങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാനോ പറഞ്ഞാൽ അവർ ആർക്കും അറിയില്ല. നമ്മളിൽപ്പെട്ടവരെ അവർ കൊല്ലുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ ഇതിൽ. അത് കോയാക്കോളിങ്, ആരിഫിൻ്റെ കോയാക്കോളിങ് ആയിരുന്നാലും സഹാർ TV ആയാലും ഏത് ചാനൽ എടുത്ത് നോക്കിയാലും ഈ മുസ്ലിങ്ങളെ ഫോൺ ചെയ്ത് വിളിച്ച് സംസാരിക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട്. അതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ വിളിക്കുന്നവർക്ക് ആർക്കും ഇസ്ലാമിനെ പറ്റി ഒരു തേങ്ങ അറിഞ്ഞുകൂടാത്തവരാണ് വിളിക്കുന്നത്. ഒന്നും അറിയില്ല, ഒന്നും അറിയേണ്ട കാര്യമില്ല, വിശ്വാസമുണ്ടല്ലോ. ഓസ്ട്രേലിയയിൽ ഒരു പെൺകുട്ടിയെടുത്ത് ചോദിക്കുന്നുണ്ട്, കംപ്ലീറ്റ് കവർ ചെയ്ത് പെണ്ണിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത് കവർ ചെയ്യുന്നത്? അത് നമ്മളുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇക്വാലിറ്റി പറയുന്നു, പുരുഷനും സ്ത്രീയും തുല്യരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പുരുഷന്മാരുടെ മുഖം മൂടുന്നില്ല, സ്ത്രീകൾക്ക് മാത്രം മുഖം മൂടുന്നു? അത് അറിയില്ല. അവൾ കുറേ ഫംബിൾ ചെയ്ത് ഉത്തരം അറിയില്ല. പടച്ച തമ്പുരാൻ ഇങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ട്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനുണ്ട് യൂട്യൂബിൽ, അയാളുടെ പേര് എനിക്ക് ഇപ്പം ഓർമ്മ വരുന്നില്ല. അയാൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവസാന ഒരു പോയിന്റിൽ പറയും, അള്ളാഹു ഇങ്ങനെ ചെയ്യാൻ പറയുന്നു. ആരാണ് ഈ അള്ളാഹു? മുഹമ്മദ് നബി സങ്കല്പിച്ച, മുഹമ്മദ് നബി എഴുതപ്പെട്ട, മുഹമ്മദ് നബി മാത്രം അനുഭവിച്ചിട്ടുള്ള കുറേ അയാൾ പറയുന്ന റെവലേഷൻസ്, മുഹമ്മദിനെ പറ്റി തന്നെ മുഹമ്മദ് പ്രവാചകനാണെന്ന് പറയുന്ന ആ പുസ്തകത്തിൽ മുഹമ്മദ് അവതരിപ്പിക്കുന്ന ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. അത് അള്ളാഹു പറയുന്നുണ്ട്. ഇത് അള്ളാഹു ആണ് ഇത് പറഞ്ഞതെന്നുള്ളതിന് എന്താണ് തെളിവ്? അതിനൊരു തെളിവുമില്ല. അതിന് പറയുന്ന തെളിവുകൾ എന്താണ്? ഏറ്റവും മനോഹരമായ ഗ്രന്ഥമാണിത്. എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? മനോഹരമായ, ആവർത്തിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ, റെപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ, ദി ഇന്നിമിറ്റബിലിറ്റി ഓഫ് ദ ഖുർആൻ. അതായത് നിങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ മനോഹാരിത. പക്ഷേ ഇതാരാണ് നിർണ്ണയിക്കുന്നത്? നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കൃതിയെ വേറൊരു കൃതിയായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് AI കൊണ്ട് ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള സാധനം വേണമെങ്കിൽ എഴുതിപ്പിക്കാം. അങ്ങനെ എഴുതും, ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മളെ കൊണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഡയലോഗുകളൊന്നും ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഖുറാൻ്റെ ശ്രേഷ്ഠതയൊന്നും അടിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ അകത്തുള്ള പൊട്ടത്തെറ്റുകൾ, അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു വിധത്തിലും പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ,
ഇതിനെയൊക്കെ വെച്ചിട്ടാണ് വാദിക്കുന്നത്. പക്ഷേ ഇനി എത്ര കാലം അതും പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഈ കാലത്ത് ഇതൊന്നും വില പോകുന്ന സാധനങ്ങളല്ല. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ, ഒരു പ്രോബബ്ലി ഒരു 1-2% മുസ്ലിങ്ങൾക്ക് മാത്രമേ ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റൂ. നമ്മൾ എത്ര ഗാലപ്പോൾ നടത്തിയാലും നമുക്ക് തിരിഞ്ഞുന്നത് അത്രയേ ഉള്ളൂ. അതൊരു കൾച്ചറാക്കി മാറ്റിയിരിക്കുകയാണ്. അല്ലാതെ അതിന് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. പെറ്റുപെരുകുന്ന മതമാണിത്. അല്ലാതെ മനസ്സിലാക്കി മനസ്സറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരണം, എനിക്ക് ഇതിൽ നിന്നും ഒരു സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻ്റ് ഉണ്ടാകുമെന്ന് കരുതി ആരും ഇസ്ലാമിലോട്ട് വരുന്നില്ല. അപ്പോൾ ഇസ്ലാമിൽ ജാതിയുണ്ട്. ഇസ്ലാമിലെ ജാതി ബാക്കിയുള്ള എല്ലാ ജാതി വിവേചനങ്ങളെയും പോലെ, ബാക്കിയുള്ള എല്ലാ ഡിവിഷൻസിനെയും പോലെ തന്നെ ഇസ്ലാമിൽ മുമ്പുണ്ടായിരുന്ന, ഇസ്ലാം വരുന്നതിന് മുൻപുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇവർ ചേക്കേറുന്നതിന് നിലനിന്നിരുന്ന എല്ലാ സാമൂഹിക വിവേചനങ്ങളും സാമൂഹിക അടിച്ചമർത്തലുകളും അവിടെ അതേപടി നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴും ആ വിവേചനങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അത് അഹമ്മദിയ ആയാലും ഇസ്മായിലിയ ആയിരുന്നാലും ഇസ്ലാമിൽ നിന്നും അല്പമെങ്കിലും വ്യത്യാസമുള്ള ചില കൂട്ടങ്ങളുണ്ട്. ഇപ്പം ആലവൈറ്റ്സ്, ഇസ്രയേൽ എന്തിനാണ് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് മനുഷ്യരെ എടുത്തിട്ട് കൊല്ലുന്നത്? കാര്യം അവിടെ ഭരിച്ചിരുന്ന ബഷാർ അൽ അസദും അദ്ദേഹത്തിൻ്റെ അച്ഛനും എല്ലാം തന്നെ അലവൈറ്റ്സ് ആയിരുന്നു. അവർ ഈ സുന്നികളോട് കാണിച്ച, അല്ലെങ്കിൽ ഷിയാക്കളോട് കാണിച്ച, ബാക്കിയുള്ളവരോട് കാണിച്ച അതിന് പ്രതികാരമായിട്ട് ഇവർ കാണിക്കുകയാണ്. കാര്യം കളക്റ്റീവ് പണിഷ്മെൻ്റാണ് ഇവർ ചെയ്യുന്നത് കളക്റ്റീവ് പണിഷ്മെൻ്റാണ്. ഇപ്പോൾ കളക്റ്റീവ് പണിഷ്മെൻറ്റ് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണ്ടേ? അപ്പോൾ ആ ഐഡൻറ്റിറ്റി പോകാത്തത് കൊണ്ടല്ലേ, ജാതി അവിടെ നിലനിൽക്കുന്നത് കൊണ്ടല്ലേ ഇപ്പോഴും അവിടെ ആ ജാതിയുടെ പേരിൽ ആൾക്കാർ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പോഴും ആ ജാതിയുടെ പേരിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നത്. റാവുത്തർ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ പെണ്ണിനെ ആലോചിക്കുന്നു, ചെറുക്കനെ ആലോചിക്കുന്നു എന്നുള്ള പരസ്യങ്ങൾ കേരളത്തിൽ പരസ്യം ചെയ്യുന്നത് അതുകൊണ്ടല്ലേ. ഇതാണ് ജാതി ഇപ്പോഴും ഇസ്ലാമിൽ നിലനിൽക്കുന്നു. എഴുതപ്പെടണമെന്നില്ല. ഖുറാൻ എടുത്തുകൊണ്ട് വരൂ, നിങ്ങൾ ജാതി അതിൽ കാണിച്ചു തരൂ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന നിങ്ങൾ കാണിക്കുന്ന രീതിയിലുള്ള ജാതി, ഈ പറയുന്ന റാവുത്തർ, ഇസ്മായിലി, ഇതൊന്നും അവിടെ കാണാൻ പറ്റില്ല. കാരണം അത് ഇസ്ലാം ഉണ്ടാകുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ഉണ്ടാക്കപ്പെട്ട ഡിവിഷൻസാണ്. ആ ജാതികൾ ഇപ്പോഴും അവിടെ ഉണ്ട്, ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ ഇസ്ലാം വന്നതുകൊണ്ടോ നിങ്ങൾ തുമ്പി ചെത്തിയത് കൊണ്ടോ ഇതൊന്നും അവിടെ നിന്ന് പോകുന്നില്ല. മനുഷ്യൻ മാറുന്നില്ല. നിങ്ങൾ പുതിയ ഒരു മതം എടുത്ത് സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ SC ST ലക്ഷദ്വീപിലുള്ള അവരെ SC ST ആണെന്നോ, ഷെഡ്യൂൾഡ് ട്രൈബായിട്ടാണ് അവരെ കാണുന്നത്. SC അല്ല, ST. അപ്പോൾ ഞാൻ ഈ പറയുന്ന പല കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ എന്തെങ്കിലും ഫാക്ച്വലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോ ധാരാളം വരും. കാരണം ഞാൻ ഒരു നോട്ടുകളും വെച്ചിട്ടല്ല പറയുന്നത്. ഞാൻ പണ്ട് വായിച്ചിട്ടുള്ള കാര്യങ്ങളും ഞാൻ അറിഞ്ഞ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഇതിൽ തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളിൽ കൂടി നിങ്ങൾ സൂചിപ്പിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിലനിർത്തുക. അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും സമാനമായ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നവരുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാതെ എൻ്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്യും എന്നുള്ളത് മാത്രമല്ല, ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഈ ആശയങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റും എഴുതുക. ഞാൻ പറഞ്ഞതിൽ തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന് വെറും അഭിനന്ദനങ്ങൾ മാത്രം എഴുതാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെല്ലാം, അല്ലെങ്കിൽ വിശദീകരിച്ചുകൊണ്ട് അതിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചർച്ചകൾ തുടരാം. അതുപോലെ ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ക്ലിപ്പുകൾ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ അകത്ത് റീമിക്സ് ചെയ്യാനുള്ള അനുമതി ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഞാൻ ഇന്നാണ് എടുത്ത് കണ്ടത്. അതെന്നോട് ക്ഷമിക്കുക, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാനിപ്പോൾ റീമിക്സ് ചെയ്യാനുള്ള ഫ്രീഡം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾക്കിതിനെ റീമിക്സ് ചെയ്യാം. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള ചില സ്പെഷ്യൽ കണ്ടൻറ്റുകൾ ഞാൻ പ്രൈവറ്റായിട്ടുള്ള മെമ്പേഴ്സിന് മാത്രമായിട്ട്, മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. വന്നതിലും കണ്ടതിലും പങ്കെടുത്തതിലും നന്ദി പറയുകയാണ്. ഞാൻ ഇതിലുള്ള കമൻറ്റുകളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ സ്ഥിരം കമൻറ്റ് എഴുതുന്ന പോരാളിയായിട്ടുള്ള നമ്മുടെ അക്ഷയ പ്രഭു, ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ. പുള്ളിക്ക് എന്തെങ്കിലും ദക്ഷിണേഷ്യൻ മുസ്ലിങ്ങളിൽ ജാതി വ്യവസ്ഥയുടെ സ്വാധീനം വർദ്ധിക്കാൻ കാരണമെന്ത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്.
ഇത് ഹിന്ദു മതത്തിൽ നിന്നും പരിവർത്തനം ചെയ്തവരുടെ പൂർവ്വകാല ബന്ധമാണോ? ഇത് തന്നെയാണ് ഞാൻ ഉത്തരം കൊടുത്തത്. പുള്ളി ടെസ്റ്റിക്ക് മാത്രമല്ല, ഈസ് പ്രോബ്ലി ഓൾസോ ഹാവിങ് എ പ്രോബ്ലം ലിസണിങ് ടു മലയാളം. ഈ GPT എടുത്ത് കൈപ്പള്ളിയോട് ജാതിയെപ്പറ്റി എന്ത് ചോദിക്കണം എന്ന് GPT എടുത്ത് ചോദിച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ പറ്റുന്നതാണ്. ശ്രദ്ധിച്ചതിന് ശേഷം ചോദ്യം എഴുതുക. പിന്നീട് ഒന്നും കൂടി എടുത്തിട്ട് കണ്ടു നോക്കൂ, എന്നിട്ട് ചോദ്യം എഴുതുക. കാരണം ഇതെല്ലാം GPT എഴുതിയ ചോദ്യം പോലുണ്ട്. നീ ഒരു കാരണവശാലും ഇത് എഴുതി വെച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകല്ലേ മോനെ. ഇന്ത്യൻ മുസ്ലിങ്ങളിലെ അഷ്റഫ് ഉയർന്ന കുലജാതർ ഇന്ത്യൻ, അതേപോലെ എന്താണ് അജ്ലഫ്, അർസൽ, താഴ്ന്ന ജാതർ എന്നീ വിഭാഗങ്ങളിൽ ചരിത്രപരമായി എങ്ങനെയാണ് ഉടലെടുത്തത് എനിക്കറിയില്ല. ജാതി ഉണ്ടെന്നേ അറിയാവൂ, ഇങ്ങനെയുള്ള ജാതികളുണ്ടെന്നും. പറഞ്ഞോ. ഈ അഷ്റഫ്സ് എന്ന് പറയുന്ന നോർത്ത് ഇതിലെ അത് ഈ 5 ജാതികളാണ്. അപ്പർ കാസ്റ്റ് മുസ്ലിംസ് എന്ന് പറയും, സവർണ മുസ്ലിങ്ങൾ. അത് പെടുന്നത് സയ്യിദ്, ഷെയ്ഖ്, മുഗൾ, പഠാൻ ആൻഡ് മാലിക്. ഇവരാണ് അപ്പർ കാസ്റ്റ് മുസ്ലിംസ് ഇന്ത്യയിൽ. അവർക്ക് ഈ ഇൻക്ലൂഡിങ് അവർ ഈ സംവരണത്തിൽ പോലും വരുന്നില്ല. അവർക്ക് ഈ പറഞ്ഞ സംവരണങ്ങളും സ്പെഷ്യൽ പ്രിവിലേജസോ ഈ റിസർവേഷനോ ഒന്നുമില്ല. ബിക്കോസ് ദേ ആർ വെൽത്തി അല്ലേ? ഒന്നുമില്ല. ഇതാ ഈ 5 ജാതികളാണ്: സയ്യിദ്, ഷെയ്ഖ്, മുഗൾ, പഠാൻ, മാലിക്. മുഗൾ എന്ന് പറയുന്നത് ആ മുഗൾ. ഈ ബാക്കിയുള്ള എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മാലിക്കും പഠാനും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ ബാക്കി മറ്റേ അഷ്റഫും അർസലും കേട്ടിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഈ പാർട്ടിഷന് എതിരായിട്ട് നിന്നിരുന്നത് ഈ നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്ന ഈ അഷ്റഫ് ടീമുകളാണ്. വെസ്റ്റ് ബംഗാളിലും ഒക്കെ ഉണ്ടായിരുന്ന അഷ്റഫ് കൂട്ടത്തിൽപ്പെട്ട ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ് അവരൊക്കെ. ബിസിനസ്സുകൾ, ആർട്ടിസാൻസ്. അവരൊന്നും ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ആദ്യം അവരെതിർത്തിരുന്നില്ല. പിന്നീട് അവർ സപ്പോർട്ട് ചെയ്യാനാണ് ഉണ്ടായത്. കാര്യം ദേ വർ ഹാപ്പി ഹിയർ. അവരിവിടെ ഹാപ്പി ആയിരുന്നു. ഈ അസംതൃപ്തിയിൽ നിന്നാണല്ലോ വിപ്ലവങ്ങളും വിഭജനങ്ങളും എല്ലാം ഉടലെടുക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ ചരിത്രം, ഇവരൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചരിത്രം നല്ല ചോദ്യമാണ് കേട്ടോ. ഇപ്പം വിഷയവുമായി ബന്ധമുള്ള ചോദ്യം അക്ഷയ് പ്രഭുവിൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വിഷയമായ ബന്ധം ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ അടിച്ചടിച്ചാണ് ഈ ഇരുമ്പിനെ റെഡിയാക്കി എടുക്കുന്നത്. അല്ലാതെ അതിനെ നമ്മൾ തലോടിയത് കൊണ്ടോ അതിനെ ഉമ്മ വെച്ചത് കൊണ്ടോ ഇരുമ്പായി മാറില്ല. ടെമ്പർ ചെയ്താൽ മാത്രമേ സ്റ്റീലാവൂ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ റെഡിയാക്കി എടുക്കുന്നത്. അവൻ അടി കൊടുക്കണമെന്നല്ല പറഞ്ഞത്, പക്ഷേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കണം. ഇനി ചെന്നാൽ ഇനി അക്ഷയ പ്രഭുവിനെ അടി കൊടുക്കാൻ കൈപ്പള്ളി ഇതേ പറയുന്നു, ആഹ്വാനം ചെയ്യുന്നു, വയലൻസ് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, പറഞ്ഞോ. അതായത് ഈ അഹമ്മദിയ മതം, അതുപോലെ ഈ ബഹായി മതം, ഇത് ഇതുപോലെ തന്നെ വന്ന പിരിവുകൾ തന്നെയാണ്. അല്ല, അത് നല്ലൊരു പോയിന്റാണ്, നല്ലൊരു ചോദ്യമാണ്. അഹമ്മദിയ എന്ന് പറയുന്നത് ഷിയാക്കളുടെ ഒരു സെക്റ്റാണ്. അവരെനിക്ക് തോന്നുന്നത് എക്സാക്ട്ലി അതിൻ്റെ ഈ ഒരു എന്താ പറയുക, എവിടെ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ഷിയാക്കളിൽ സയ്യിദിയുണ്ട്, പിന്നെ അതുപോലെ ഇസ്മായിലി, പിന്നെ ഈ അഹമ്മദിയയിലാണ് ഈ 12 വേഴ്സ് ഉള്ളത് എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തുക. ഈ 12 വേഴ്സ് എന്ന് പറഞ്ഞാൽ 12 ഇമാമുകളാണ്. അഹമ്മദ് 12 ഷിയയിലാണ്. ഇത് ഈ അഹമ്മദിയ ഇതാണ് കൈപ്പള്ളി കാദിയാനികൾ, അതായത് അഹമ്മദിയായ ഷിയാക്കളാണ്. ഓക്കെ, അല്ല 12 ഇയർ അല്ലെന്ന് തോന്നുന്നു. 12 വേഴ്സ് അല്ലല്ലേ? അപ്പോൾ ഇസ്മായിലി ഗ്രൂപ്പ് ആയിരിക്കും, ഇസ്മായിലിയുടെ സെക്റ്റ് ആയിരിക്കും. അത് ഗൂഗിൾ ചെയ്ത് കിട്ടാമെന്നുള്ളതല്ല. അഹമ്മദിയ ഏത് സെക്റ്റിൽ നിന്നാണ് ഉണ്ടായത്, അവരുടെ ചരിത്രം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞു, നമ്മുടെ വിഷയം ഈ എല്ലാ സെക്റ്റുകളുടെയും ചരിത്രം എടുത്ത് പറയല്ല, ഇതുണ്ടെന്ന് പറയാണ്. ഇത്രയും സെക്റ്റുകളുണ്ട്, നിങ്ങൾ അന്വേഷിക്കൂ. അതുപോലെ ഈ ദിയോബന്ദികൾ, ഹനഫി, ഹൻബലി, മാലിക്കി, ബറേൽവി, ഷാഫി, മാലിക്കി, ദിയോബന്ദി, ബറേൽവി, ഹനഫി, ഹൻബലി. ഇവരിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്, ഇതിനകത്ത് തന്നെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും വ്യത്യാസം ഉണ്ടായത്? ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കി ഏറ്റവും ഇതിനെ സംരക്ഷിക്കും എന്നാണ് പറഞ്ഞത്. എന്തിനെയാണ് സംരക്ഷിക്കുമെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നത്? പുസ്തകത്തെ അല്ല. കാരണം അള്ളാഹു ഇത് പറയുമ്പോൾ പുസ്തകമില്ല,
പ്ലീസ് നോട്ട് ദ പോയിന്റ്. ഈ വചനങ്ങളെ ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ മൊത്തത്തിൽ അത് എവിടെയെങ്കിലും മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചവൻ കാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പടച്ചവൻ കാക്കേണ്ട സാധനത്തിനെ പടച്ചവൻ കാത്തില്ല എന്നല്ലേ ഇത് പറയുന്നത്. ഇത്രയും വിഭജനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇത്രയും വിഭജനങ്ങൾ അവിടെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം. ഇത്രയും വ്യത്യാസങ്ങൾ ഒരു മതത്തിൽ നിലനിൽക്കുന്നു, ബാക്കിയുള്ള എല്ലാ മതങ്ങളെയും പോലെ. ഇപ്പോൾ ഇവർ മറ്റവന്മാരെടുത്തോണ്ട് വരും, അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികളിലുണ്ടല്ലോ, ഉണ്ട്, യഹൂദന്മാരിലുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. കാര്യം ഇതെല്ലാം മനുഷ്യ സങ്കല്പത്തിൽ നിന്നും ഉടലെടുത്ത സംഭവങ്ങളാണ്. അവർ വേരി ചെയ്യും, അവർ ഡിഫറൻസസ് ഉണ്ടാക്കും. അപ്പോൾ ഇതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ ഈ പുസ്തകം എഴുതുന്നത് തന്നെ മുഹമ്മദൊക്കെ മരിച്ച് 70-75 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കിതാബിൻ്റെ രൂപത്തിൽ ഉസ്മാൻ ഇതിനെ ക്രോഡീകരിക്കുന്നത്. അപ്പം തന്നെ കുറേ എണ്ണം വലിച്ചു വാരി കത്തിക്കുകയും ചെയ്ത്, അല്ലേ? അപ്പം ഇതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ പടച്ചവൻ ഈ കത്തിച്ച പുസ്തകങ്ങളെ എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല? അതെന്ത് ഒറിജിനലല്ലേ? ആര് തീരുമാനിച്ചു ഇത് കത്തിക്കണോ എന്ന്? പടച്ചവൻ പറഞ്ഞില്ലല്ലോ. പടച്ചവൻ ഉസ്മാൻ്റെ അടുത്ത് ചെവിയിൽ ഊതിയിട്ടില്ലല്ലോ, ഉസ്മാനെ ഇത് കത്തിക്കണ്ട, മറ്റത് കത്തിച്ചോളൂ. ഇത് എവിടെയും നമ്മൾ കണ്ടിട്ടില്ലല്ലേ? കുറേ എണ്ണം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, പുള്ളി വാരിയിട്ട് കത്തിച്ച്. ഇതല്ലേ നടന്നത്? അപ്പോൾ ഇത്രയും ഡിവിഷൻസ് നിങ്ങൾ നേരത്തെ കണ്ട ഇതിനേക്കാളും വലുതാണ് ആക്ച്വൽ ചാർട്ട് കേട്ടോ. സ്ക്രീനിൽ കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിനേക്കാളും വലിയ ഈ മുസ്ലിം എന്ന് പറയുന്ന ഇത്രയും ഡൈവേഴ്സായിട്ട് കിടക്കുന്ന ഈ ഒരു കോമൺ അംബ്രല്ലയ്ക്കകത്ത് ഒരുപാട് ഉപജാതികളും പരസ്പരം യുദ്ധം ചെയ്യുന്നതും അതിന് തെളിവൊന്നും വേണ്ടല്ലേ? മുസ്ലിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന് എന്തെങ്കിലും പുതിയതായിട്ട് തെളിവെല്ലാം വേണോ? വേണ്ടല്ലേ? ഇപ്പോൾ UAEക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനാണ്. ഖത്തറിനെയും, അതായത് ഖത്തർ ആണ് ഈ ഷിയാക്കളെ മൊത്തം അവിടെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത്. ഈ ഷിയാക്കളല്ലല്ല, ഈ ഹമാസിൻ്റെ പോരാളി നേതാക്കന്മാരെ മൊത്തം ഇസ്മായിൽ ഹനിയ എല്ലാം അവിടെയാണ് നിലനിർത്തി. ഇപ്പം വേണ്ട, ഖത്തറിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിനെ അടിക്കുന്നു, ഒമാനെ അടിക്കുന്നു, എല്ലാ ഗ്രൂപ്പിനെയും അടിക്കുന്നുണ്ട്. മറ്റേ ഇബാദികളാണ് ഒമാനികൾ, അവന്മാരെ അടിക്കുന്നുണ്ട്, ഒമാനികളെ അടിക്കുന്നുണ്ട്, വിച്ച് ഇസ് ഇബാദി. അപ്പോൾ ഷിയാക്കൾ എല്ലാത്തിനും വലിച്ചു വാരിയിട്ട് ഡ്രോൺ ആക്രമണം നടത്തുകയാണ്. പറഞ്ഞ മനസ്സിലായി. എന്നാലും ഒരു കോമൺ അഫ്ഗാനിസ്ഥാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ ടേം നമുക്ക് എപ്പോൾ വേണമെങ്കിലും സൂം ബാക്ക് ചെയ്തിട്ട് ഇതെല്ലാം ഞമ്മൻ്റെ ആളാണല്ലോ എന്ന് പറയാം. ആവശ്യം വരുമ്പോഴത്തേക്കും നിൻ്റെ മോളെ എൻ്റെ മോനായിട്ട് ഉള്ള ബന്ധം ഇന്ന് അവസാനിപ്പിച്ചോളണം, കാരണം നീ വസാനാണ്, ഞങ്ങൾ മറ്റേ തങ്ങന്മാരാണ്. സൂം ഇൻ ആൻഡ് സൂം ഔട്ട്, മനസ്സിലായി? നമ്മൾ ഗൂഗിൾ മാപ്പിൽ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യില്ല. സൂം ഔട്ട് ചെയ്യുമ്പോൾ രാജ്യം മാത്രം കാണും, സൂം ഇൻ ചെയ്യുമ്പം പഞ്ചായത്ത്, താലൂക്ക്, വാർഡ് ഇതെല്ലാം കാണാം. അപ്പോൾ അതാണ് ഇസ്ലാം. ഒരു ജാതി കൂമ്പാരമാണ് ഇസ്ലാം. ഈ മതം എന്ന് പറയുന്നത് ജാതി കൂമ്പാരമാണ്. എല്ലാ മനുഷ്യനിർമ്മിതമായ എല്ലാ ആശയങ്ങളെയും പോലെ തന്നെ ഇസ്ലാമും അല്ലെങ്കിൽ മുസ്ലിങ്ങളും, ഇസ്ലാം പിൻപറ്റുന്ന മുസ്ലിങ്ങൾ, ഒരു കിതാബ് പിൻപറ്റുന്ന, എക്കാലത്തേക്കും ലോകാവസാനം വരെയും മനുഷ്യനിവിടെ നിലനിൽക്കുന്ന കാലം വരെയും ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, ഈ കിതാബിനെയും എൻ്റെ വചനത്തെ ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ സർവശക്തനായ പടച്ച തമ്പുരാൻ്റെ ഭാവി ഭൂത വർത്തമാനങ്ങളെല്ലാം കാണുന്ന പടച്ച തമ്പുരാൻ്റെ പ്രിയപ്പെട്ട ഭാഷയിൽ എഴുതിയ, അറബി ഭാഷയിൽ എഴുതപ്പെട്ടതെന്ന് പറയുന്ന അഹ്ലുൽ കിതാബ്, ഏറ്റവും അഹ്ലുൽ കിതാബ് അല്ലല്ല, അത് വേറെയാണ്, ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള ഖുർആൻ മനുഷ്യന് തന്നിട്ട് ഇതാണ് നമ്മൾ കാണുന്നത്. ഇത്രയും വകഭേദങ്ങൾ ഈ മതത്തിലുണ്ട്. നമ്മൾ ലൈവ് തുടങ്ങിയിട്ട് 1 മണിക്കൂറും 1 മിനിറ്റുമായിരിക്കുകയാണ്. ഞാൻ ക്ലോസ് ചെയ്യാനിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.